സ്ട്രക്ചറൽ വർക്ക് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ലേയിങ് സ്റ്റേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേജിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട 3 ടിപ്പുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മളുടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് സോളാർ പ്രൊവിഷൻ ഉദ്ദേശിച്ച ആളുകൾ അതിനുള്ള വയറുകൾ എത്താനുള്ള സംവിധാനം ചെയ്യുക. രണ്ടാമത്, വീടുകളിൽ ഓട്ടോമേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന് കൃത്യമായിട്ടുള്ള സ്വിച്ചസിൻ്റെ പ്രൊവിഷൻസ്, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട വൈഫൈ, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട എക്സ്ട്രാ പവർ സപ്ലൈ കാര്യങ്ങൾ, കർട്ടൻ ഓട്ടോമേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ അതിനുള്ള പവർ സപ്ലൈ ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടി വിയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വേണ്ട HDMI കേബിൾ, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട കേബിൾ TV-യുടെ വയറ് കാര്യങ്ങൾ, വൈഫൈ എത്തേണ്ട സംവിധാനങ്ങൾ, ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു വയറുകൾ വേണമെങ്കിൽ കുത്തിപ്പൊളികൾ ആവശ്യമായിട്ട് വരും. അത് നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. നിർമ്മാണ സംബന്ധമായ പുതിയ ടിപ്സിനും ഇൻഫർമേഷൻസിനുമായി എന്നെ ഫോളോ ചെയ്യുക. സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിം ആനമങ്ങാടൻ.